ഇപ്പോൾ വന്നിരിക്കുന്ന മജ്ജയിലാണ്. നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾക്ക് ഇത്രയും കാശൊന്നും റെഡിയാക്കാൻ പറ്റുന്നില്ല. പറയേണ്ടത്, ഞാൻ കൂലിപ്പണിയാണ് ചെയ്യുന്നത്. എല്ലാവരും സഹായം ഉണ്ടായി എൻ്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തിയത്. തിരുവനന്തപുരം ചെമ്പഴന്തി അണിയൂരിലുള്ള 13 വയസ്സുകാരൻ സഞ്ജയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സഞ്ജയ്ക്ക് നിങ്ങളുടെയൊക്കെ ഒരു സഹായം ആവശ്യമുള്ള സമയമാണിത്. അപൂർവമായ രോഗത്തിൻ്റെ പിടിയിലാണ് സഞ്ജയ് ഇപ്പോൾ. മജ്ജയിൽ രക്താർബുദം ബാധിച്ചിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ സഞ്ജയുടെ മാതാപിതാക്കൾ നമ്മളോട് സംസാരിക്കും. സഞ്ജയുടെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ എന്ത് സഹായമാണ് സഞ്ജയ്ക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ നമ്മളോട് പറയും. മോന് ബ്ലഡ് ക്യാൻസറാണ്. 2019 സുഖമില്ലാതായതാണ്. അന്ന് 2 വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അവന് സുഖമായി. RCCയിൽ തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മെയ്യിൽ വീണ്ടും പനിയും ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. അപ്പോഴാണ് വീണ്ടും അവന് ഇപ്പോൾ വന്നിരിക്കുന്ന മജ്ജയിലാണ്. എന്നിട്ട് അവിടെ അവർ 1 മാസത്തോളം കീമോ ചെയ്തു RCCയിൽ. ഇനി കീമോ ചെയ്യാൻ പറ്റത്തില്ല, ഇനി മജ്ജ മാറ്റി വയ്ക്കുക മാത്രമാണ് ഉള്ളതെന്ന് അവിടുന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ അതിനെ അന്വേഷിക്കാനായിട്ട് വലിയൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ഇതൊരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ഏകദേശം ഒരു 35 ലക്ഷം രൂപയോളം ചിലവാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് വരെ, അതായത് വെല്ലൂരേക്ക് പോകുന്നത് വരെ ഇപ്പോൾ RCCയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണ്. അവിടെ നിന്ന് കീമോ ചെയ്യാനായിട്ട് അവർ പറഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം പൈസ നമ്മൾ റെഡിയാക്കിയതിന് ശേഷം പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾക്ക് ഇത്രയും കാശൊന്നും റെഡിയാക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് നാട്ടിലുള്ള എല്ലാവരും ചേർന്നിട്ട് ഫണ്ട്, അവനുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ രീതിയിലും. അവരുടെ സഹായം കൊണ്ടാണ് ഇപ്പം നമ്മൾ കഴിയുന്നത്. ഞങ്ങളിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ എത്രാമത്തെ വയസ്സിലായിരുന്നു മോനിങ്ങനെ ഒരു അസുഖം വന്നെന്ന് മനസ്സിലായി? ആദ്യം 7 വയസ്സുള്ളപ്പോൾ 7 വയസ്സുള്ളപ്പോഴാണ് ആദ്യം വയ്യാതെ ആയത്. ഇപ്പോൾ അവന് 13 വയസ്സായി. സുഖമായി. അവൻ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയതാണ്. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ അഡ്മിഷൻ. ഇപ്പോൾ വീണ്ടും വന്നു. ഇതാണ് സഞ്ജയ്. ഇതാണ് മോനി. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ? ഇപ്പം കുറേ ആയല്ലേ സ്കൂളൊക്കെ പോയിട്ട്? ഇപ്പോൾ 8ാം ക്ലാസ്സിലാണോ? ഇപ്പോൾ 8ാം ക്ലാസ്സിൽ. ഫ്രണ്ട്സൊക്കെ കാണാൻ വരാറുണ്ടോ? ടീച്ചേഴ്സൊക്കെ വന്നു. ഫ്രണ്ട്സ് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. സഞ്ജയുടെ അച്ഛനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് പറയാനുള്ളത്? പറയേണ്ടത്, ഞാൻ കൂലിപ്പണിയാണ് ചെയ്യുന്നത്. എല്ലാവരും സഹായം ഉണ്ടായി എൻ്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു നാട് തന്നെ ഒന്നിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല സഹകരണമാണ് എല്ലാവരും. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ ഈ വാർത്തയൊക്കെ കണ്ട്? വിളിക്കുന്നുണ്ട് ഒരുപാട്. നാട് മൊത്തം നമ്മളെ കൂടെ ഉണ്ട്. അവർ സമാധാനമുള്ളത്. ഇപ്പം എത്ര ലക്ഷം? 35 ലക്ഷത്തോളം രൂപ. 5 ലക്ഷം രൂപ അവിടെ ആകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് സഞ്ജയുടെ വീട്. സഞ്ജയ് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എല്ലാവരുടെയും കാരുണ്യത്താലാണ് ഈ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം സഞ്ജയ്ക്ക് 13 വയസ്സ് മാത്രമാണുള്ളത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഇനിയും ജീവിതം ഒരുപാട് മുന്നോട്ട് ബാക്കിയുണ്ട്. ഈ ഒരു വാർത്ത കാണുന്ന നിങ്ങൾ, നമ്മുടെ പ്രേക്ഷകർ, നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഞ്ജയ്ക്ക് കൊടുത്ത് സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ മോനെ കണ്ട് സങ്കടം നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും സഞ്ജയ്ക്കായി കൊടുക്കണം എന്ന് ഞാൻ ഒന്നും കൂടി പറയുകയാണ്. നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.